ഒരു മലയാളം ഷോർട്ട് ഫിലിം കണ്ടിട്ട് നാണക്കേട് തോന്നിയ ഒരു അനുഭവം എനിക്കുണ്ടായി. വേറെ രീതിയിലല്ല കേട്ടോ. ഷോർട്ട് ഫിലിം മോശമായതുകൊണ്ട് നാണക്കേട് തോന്നിയെന്നല്ല. കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേര് അണിമ എന്നാണ്. ഇത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ കയറിയിട്ട് ANIMA അണിമ എന്നടിച്ചു കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഫിലിം കാണാൻ പറ്റും. വെറും 13 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ ഷോർട്ട് ഫിലിം. അപ്പം ഞാനിതിനെക്കുറിച്ച് കേട്ടിരുന്നു. അപ്പോൾ ഈ അണിമ എന്നുള്ള പേര് തന്നെ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നി. ഇതിൻ്റെ ഡയറക്ടർ ശരത് ബാബു എന്ന് പറയുന്ന ആളാണ്. അപ്പം ഞാൻ യൂട്യൂബിൽ ഈ ഷോർട്ട് ഫിലിം കണ്ടു. 13 മിനിറ്റ് ഞാനിത് കണ്ടു. ഈ ഷോർട്ട് ഫിലിം കണ്ട് കഴിഞ്ഞു. കണ്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്കൊന്നും മനസ്സിലായില്ല. എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ 13 മിനിറ്റിൽ എന്നുള്ളത് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു നാണക്കേട് തോന്നി. എന്താണ് ഇത്ര ഭയങ്കര ഡീകോഡിങ്ങും ഹോളിവുഡ് മൂവീസൊക്കെ കാണുന്ന ഭയങ്കര വിവരമുണ്ടെന്ന് അഹങ്കരിക്കുന്ന എനിക്ക് ഈ ഒരു സിമ്പിൾ ഷോർട്ട് ഫിലിം കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിലാണ് എനിക്ക് നാണക്കേട് തോന്നിയത്. ഇത് വെറുതെ ഒരു എന്തെങ്കിലും കാണിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം അല്ലല്ലോ. ചില ഷോർട്ട് ഫിലിംസ് ഉണ്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കുന്നത്. ഇതങ്ങനെയല്ല. ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശരത് ബാബുവിന് വളരെ വ്യക്തമായിട്ടുള്ള പിക്ചർ ഉണ്ട് അദ്ദേഹത്തിന് എന്താണ് പറയേണ്ടത് എന്നുള്ളത്. പക്ഷെ നമുക്കത് മനസ്സിലായില്ല. എനിക്കത് മനസ്സിലായില്ല. പക്ഷെ അതിനുശേഷം ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് റിസർച്ച് ചെയ്തു. അതുപോലെ ഈ ഷോർട്ട് ഫിലിമിലെ പല രംഗങ്ങളും പോസ് ചെയ്ത് കണ്ടു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. കാര്യം മനസ്സിലായി വന്നപ്പോൾ ഇതൊരു ബ്രില്യൻറ്റ് അറ്റംപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങളോട് പറയണമെന്നും തോന്നി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ആദ്യമേ തന്നെ പറയാം, ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമല്ല. ഒരു ക്ലീഷേ പോലെ പറയുന്നതല്ല. ഇത് ശരിക്കും ഇത്രയധികം ഹിഡൻ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഷോർട്ട് ഫിലിം മലയാളത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. സാധാരണ നമ്മൾ സിനിമകളൊക്കെ കാണുമ്പോഴാണ് ഇതെനിക്ക് മനസ്സിലായില്ല, ഇത്രയും ഡീറ്റെയിലിംഗ് ഉണ്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഷോർട്ട് ഫിലിം കണ്ട് ഇത്രയധികം അത്ഭുതപ്പെടുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് അണിമ എന്നടിച്ചു കഴിഞ്ഞാൽ ശരത് ബാബുവിൻ്റെ ഷോർട്ട് ഫിലിം കാണാം. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളത് ഈ റീലിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ആ യൂട്യൂബ് ഷോർട്ട് ഫിലിമിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താലും മതി. ചെറിയൊരു കോണ്ടെക്സ്റ്റ് ഇതിനെക്കുറിച്ച് തരണം എന്നുണ്ടെങ്കിൽ ഇതിൽ 3-4 കഥാപാത്രങ്ങളേ ഉള്ളൂ. ഈ കഥാപാത്രങ്ങളുടെ പേരുകൾ നമ്മുടെ ഭാരതത്തിൽ ഒരു ഇതിഹാസത്തിൽ നിന്ന് എടുത്തതാണ്. ആ കഥയൊന്നുമല്ല ഇവിടെ പറയുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം കാണുന്നതിന് പകരം ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്യിച്ചു കഴിഞ്ഞു ഷോർട്ട് ഫിലിം. കാരണം എനിക്ക് തന്നെ തോന്നുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഫാക്ടർ ഉണ്ട്. ഇതെന്താണെന്ന് അറിയണം. അത് ഡീകോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് അണിമ. ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് അണിമ എന്ന് അടിച്ചാൽ മതി. ഡയറക്റ്റഡ് ബൈ ശരത് ബാബു.